2024 വരവേൽക്കുവാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ മാത്രം ബാക്കിയാണ്. കൊച്ചി ഇന്ന് 2024 വരവേൽക്കുവാൻ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ മനോഹരമായ കാഴ്ചകളാണ് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ കാണുന്നത്. നാടൻ പാട്ടുകളും ഒപ്പം തന്നെ വിവിധ ബാൻഡുകളുടെ 4 ബാൻഡുകളുടെ വലിയ സംഗീത പരിപാടികളും ഒക്കെ ആയിട്ടാണ് പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് കൊച്ചി തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ 80 അടിയോളം ഉയരമുള്ള പപ്പാഞ്ഞിയെ നിർമ്മിച്ച് ആ പപ്പാഞ്ഞിയെ കൃത്യം 12 മണിക്ക് കത്തിച്ചുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നത്. ഏകദേശം 40,000 പേരോളം പരേഡ് ഗ്രൗണ്ടിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം തയ്യാറായി കഴിഞ്ഞു. ആഘോഷ കാഴ്ചകളിലേക്ക് കൊച്ചി കാർണിവൽ ഈ വർഷം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർണിവലിൻ്റെ ഒരു പ്രധാന ഇനം പറയുന്നതാണ് ഡിസംബർ 30 അർദ്ധരാത്രിക്ക് പഞ്ഞക്കത്തിക്കുന്ന ചടങ്ങ്. അതാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം കണ്ടതിലും വളരെ വളരെ കൂടുതലാണ് ഈ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോലീസ് എല്ലാ ഭാഗത്തും കൺട്രോൾഡാണ്. എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ കപ്പാസിറ്റി അനുസരിച്ച് ഒരു 40,000 പേർക്കാണ് ഇവിടെ ഉള്ളത്. അത്രയും പേരെ ക്രമീകരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ബാരിക്കേഡ് വെച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ ഇവിടെ വരുന്നിട്ടുണ്ട്. പക്ഷേ പരേഡ് ഗ്രൗണ്ടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് എല്ലാവർക്കും ഫോർട്ട് കൊച്ചി കാർണിവലിൻ്റെ ന്യൂ ഇയർ 31 പഞ്ഞക്കത്തിക്ക ചടങ്ങിലേക്കാണ് എല്ലാവരും വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ ഇന്ന് 4 മണി മുതൽ വണ്ടി കണ്ടുവന്നപ്പോൾ ആൾക്കാർ ഇന്നലെ വന്നു തുടങ്ങി. പല ഭാഗങ്ങളിൽ നിന്നും ബസ്സുകൾ ഇന്നലെ വന്നു. ഒരുപാട് പേര് ഇന്ന് 34 ആരംഭിക്കുമ്പോൾ പല ഭാഗത്തും ഒരുപാട് പേര് കിടന്നുറങ്ങുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ കൺട്രോൾ നമ്മൾ വെക്കുന്നതിനും നേരത്തെ തന്നെ ആൾക്കാർ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വ്യൂവേഴ്സിനും പുതുവർഷ ആശംസകൾ അറിയിച്ചുകൊള്ളണം. ഈ വർഷം നമ്മുടെ കൊച്ചിൻ കാർണിവൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്രൗഡ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് കാർണിവൽ. ഇതാണ് എൻ്റെ ഫസ്റ്റ് കാർണിവൽ. ഞാൻ ഈ കൊല്ലമാണ് ഇവിടെ കളക്ഷൻ ആയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊച്ചിൻ കാർണിവൽ പങ്കെടുക്കാൻ. ഇവിടെ ഒരു നല്ല ടീം വർക്ക്, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൊച്ചി കാർണിവൽ കമ്മിറ്റി എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് കോഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലാൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കൊച്ചി MLA ഇവിടെ ഉണ്ട്, മിസ്റ്റർ മാക്സി. അതുപോലെ കാർണിവൽ കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾ, പുതിയ സബ് കളക്ടർ മീര, കമ്മീഷണർ അക്ബർ സാർ ആൻഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓൾ ഹാവ് കം ടുഗെദർ. നമ്മുടെ ഇവിടുത്തെ മെമ്പർ മിസ്റ്റർ ആൻ്റണി കുരുവിത്ര, എല്ലാവരും ഒരു ബ്യൂട്ടിഫുൾ ടീം വർക്കാണ് ഇതുപോലെ ഇത്ര വലിയ ക്രൗഡും ഇത്ര വലിയൊരു സെലിബ്രേഷനും നല്ല രീതിയിൽ സേഫ് ആയിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വൺസ് അഗൈൻ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബി ഹിയർ. ഞാനും ആദ്യമായിട്ടാണ് കൊച്ചിൻ കാർണിവലിന് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജിയും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇനി എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അതാണ് ഒരു സേഫ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് കൊച്ചിയെ പഠിച്ചോ? മുഴുവനായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയോട് എന്താണ് ഇനി ഇപ്പോൾ പറയാനുള്ളത്? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത് കഴിഞ്ഞ എല്ലാവരും സമാധാനപരമായിട്ട് പിരിഞ്ഞു പോവുക. എല്ലാവരും വീടുകളിൽ നല്ലൊരു ന്യൂ ഇയർ ആഘോഷിക്കുക. എല്ലാവർക്കും വരുന്ന വർഷം ഏറ്റവും നന്മ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടുണ്ടായിട്ടുണ്ട്. RDO കാര്യക്ഷമമായി തന്നെ ഉത്തരവുകൾ ഇറക്കുകയും വാഹന സൗകര്യം അടക്കം ആവശ്യമായ പോലീസുകാർ എല്ലാവരെയും നല്ലതുപോലെ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രൗണ്ടിൽ മാക്സിമം ആളുകൾ 40,000 ആളുകളായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പരമാവധി നമുക്ക് താങ്ങാവുന്ന ജനം 40,000 എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതനുസരിച്ചുള്ള ക്രൗഡാണ് ഇപ്പോൾ കയറ്റി വിട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഇരട്ടിയോളം ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അപ്പുറം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം കോവിഡിന് ശേഷമുള്ള ഒരു അഭൂതപൂർവമായ തിരക്ക് അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് കാര്യക്ഷമമായി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല. സർക്കാരും ഇതിലേക്ക് കാര്യമായി എടുത്തില്ല. ഇത് അടുത്തിടെ കളമശ്ശേരിയിലുണ്ടായ കുസാരിലുണ്ടായ അപകടത്തെ തുടർന്നും അങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ തന്നെ ഉണ്ട്. ആ യുവാക്കളുടെ ഹരം എന്ന് പറഞ്ഞാൽ DJ തന്നെയാണ്. പക്ഷേ DJ നടത്തിയാൽ ഇവിടെ ഒരു സ്റ്റാമ്പട ഉണ്ടായി ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഒരു കാര്യമാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളോട് ഇവിടെ DJ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പോൾ DJ അറേഞ്ച് ചെയ്തിരുന്നത് നടത്താൻ പറ്റില്ലെന്നുള്ള RDOൻ്റെ ഉത്തരവ് വന്നുകൊണ്ട് നമ്മളത് പിൻവലിക്കുകയും മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ 4ഓളം ബാൻഡുകൾ, JP ബാൻഡ്, അക്കീര തുടങ്ങിയ ബാൻഡുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
2024 പുതുവത്സര രാവിനോടനുബന്ധിച്ചുള്ള കാർണിവൽ ഡ്യൂട്ടിക്കായിട്ട് ഫയർഫോഴ്സിന്റെ ഏകദേശം 30 ജീവനക്കാരും നമ്മുടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള 50 മേലുള്ള വോളണ്ടിയേഴ്സും സംയുക്തമായിട്ടാണ് ഈ കൊല്ലത്തെ ഡ്യൂട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള നമ്മുടെ പരേഡ് ഗ്രൗണ്ട്, വേലി ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ കമാലക്കടവ്, ഈസ്റ്റ് ബീച്ച്, എല്ലാ സ്ഥലത്തും നമ്മുടെ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടികൾ നിലവിൽ നടന്നു വരികയാണ്. കൂടാതെ നമ്മുടെ കാർണിവലിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗമായിട്ടുള്ള റോറോയ്ക്ക് സപ്പോർട്ടിങ്ങിനായിട്ട് നമ്മൾ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങുന്ന ഡിങ്കി ബോട്ടുകളും നമ്മുടെ സ്പീഡ് ബോട്ടുകളും ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഹസ്ക ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് ഹസ്ക ലൈറ്റുകളുമായിട്ട് സജ്ജമായി നിൽക്കുന്നു. കൂടാതെ നമ്മുടെ ആംബുലൻസ് സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി നിലവിൽ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ കൊല്ലം സജ്ജീകരിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ. ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊച്ചിക്കാരി തന്നെയാണ്. സാധാരണ എത്താറുണ്ടോ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട്? എത്താറുണ്ട്. ചാനൽ കത്തിക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവാറില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചേരം കഴിയുമ്പോൾ തിരക്കൊക്കെ വരും. വൈബായോന്ന് വെച്ചാൽ ഇനി വൈബായി വരുന്നല്ലേ ഉള്ളൂ, സമയാന്നല്ലേ ഉള്ളൂ. നമ്മൾ കണ്ണൂർ തലശ്ശേരി. നമ്മൾ ഇത് സാൻഡേ കത്തിയപ്പെടും. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ആഘോഷങ്ങൾ? പക്ഷേ എല്ലാവർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് കയറാൻ പാടായിരുന്നു. ഈ കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കാനായിട്ട് പറ്റി. സെക്ടറിൽ നിന്നപ്പോൾ വേറെ ബഹളമൊന്നും ഉണ്ടായില്ല, എല്ലാം സമാധാനപരമായിട്ട് കംഫർട്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകൾ. 24-ന് ആവേശപൂർവ്വം വരവേറ്റുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ പൂത്തിരികൾ കത്തിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷങ്ങൾ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. പപ്പാഞ്ഞിയെ ഇവിടെ സ്ഥലം MLA-യും ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒരുമിച്ച് തീ കൊളുത്തി. അതിനുശേഷം വലിയ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളെ എല്ലാവരെയും വളരെ കൃത്യമായ രീതിയിൽ പോലീസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ജനങ്ങളെല്ലാവരും ഓരോ സെക്ടറുകളിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം മാത്രമേ ആഘോഷങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. എല്ലാവർക്കും 2024-ന്റെ പുതുവർഷത്തിലെ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റിഡ്ജൻ ഡബല്ലോ.